عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وآله وصحبه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، اصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിലക്കുകളെ നമ്മൾ എങ്ങനെ സമീപിക്കണം, അല്ലാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ എങ്ങനെ നിറവേറ്റണം, അത് അല്ലാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അവനോടുള്ള ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കണം എന്നതാണ് അവസാനമായി സൂചിപ്പിച്ചത്. ഇനി നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ ദീനിന്റെ അടിത്തറ, നമ്മുടെ ഈമാൻ, അതിന്റെ നെടുന്തൂൺ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയുടെ സാക്ഷാത്കാരം, അള്ളാഹുവിനെ വഴിപ്പെട്ടുള്ള ജീവിതം, അവൻ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്ന് പരിശുദ്ധി പ്രാപിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഒരുപോലെ നമുക്ക് നടപ്പിലാക്കാൻ, നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അതിനെയെല്ലാം വലയം ചെയ്യുന്ന, ചൂഴ്ന്നു നിൽക്കുന്ന അടിസ്ഥാനമാണ് ഈ വിഷയം. തഅ്ലീമുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ മഹത്വം, അവനോടുള്ള ആദരവ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. ഇതിന് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. അസ്ബാബു തഅ്ലീമില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ മഹത്വം അത് ഉൾക്കൊള്ളാൻ, അത് നടപ്പിൽ വരുത്താൻ നമ്മെ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം മഅരിഫത്തുല്ലാഹി അസ്സ വജല്ല ബിഅസ്മാഇഹിൽ അളീമ വസിഫാതിഹിൽ കാമില. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലോ, ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ നാമങ്ങൾ, അതിൽ ഉൾക്കൊള്ളുന്ന പരിപൂർണങ്ങളായ വിശേഷണങ്ങൾ, ഇത് പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഓരോ ഇസ്മും, അതിലടങ്ങിയിരിക്കുന്ന അവന്റെ സമ്പൂർണങ്ങളായ ഓരോ സിഫാത്തുകളും, അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ വർദ്ധിച്ചു പഠിക്കുന്തോറും അവൻ അള്ളാഹുവിനെ കൂടുതൽ 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 അറിയും. അള്ളാഹുവിനെ അറിയും തോറും, അവനെ മനസ്സിലാക്കും തോറും അള്ളാഹുവിനോടുള്ള മഹത്വം, അവനോടുള്ള ആദരവ് അവന്റെ മനസ്സിലും നാവിലും ശരീരത്തിലും വർദ്ധിക്കും. അള്ളാഹുവിനെ തഅ്ലീം ചെയ്യുന്നവനായി അവൻ മാറും. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളം ഒരാൾക്ക് കുറയുന്നു, അത്രത്തോളം അള്ളാഹുവിനെ കൽപ്പിക്കുന്ന ആദരവും മഹത്വവും അവനിൽ കുറയും. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ഇത് പണ്ഡിതന്മാർ ഒരു ഇക്വേഷൻ പോലെ, ഒരു പ്രിൻസിപ്പിൾ പോലെ പഠിപ്പിക്കുന്നുണ്ട്. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. അഅറഫുൽ ഖൽഖി ബില്ലാഹ് അശദ്ദുഹും തഅദീമൻ ലഹു. അഅറഫുൽ ഖൽഖി ബില്ലാഹി അശദ്ദുഹും തഅദീമൻ ലഹു. അല്ലാഹുവിനെ ഏറ്റവും നന്നായി അവന്റെ സൃഷ്ടികളിൽ ആരറിഞ്ഞുവോ അവനാണ് ഏറ്റവും നന്നായി അവനെ ആദരിക്കുന്നവൻ, അള്ളാഹുവിനോടുള്ള തഅ്ലീം കാഴ്ചവെക്കുന്നവൻ. അള്ളാഹുവിനെ കുറിച്ച് അവന്റെ സൃഷ്ടികളിൽ ആരാണോ ഏറ്റവും കൂടുതൽ അറിഞ്ഞത്, മനസ്സിലാക്കിയത്, എങ്ങനെ അള്ളാഹിനെ അറിയാം? അള്ളാഹു അവനെ കുറിച്ച് അറിയിച്ചു തന്ന, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തന്ന അവന്റെ അസ്മാകൾ, അവന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ, ഇതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അറിയുക. ഇതേറ്റവും നന്നായി അറിയുന്നവൻ, പഠിക്കുന്നവൻ, അവനാണ് അള്ളാഹുവിനോട് ഏറ്റവും നല്ല ആദരവും മഹത്വവും കാഴ്ചവെക്കുന്നവൻ.
അതെത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിനോടുള്ള മഹത്വവും ആദരവും അവന് വർദ്ധിക്കും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ അലീം. അല്ലാഹു അറിയുന്നവനാണ്. അതിലടങ്ങിയിരിക്കുന്ന വിശേഷണമാണ് ഇൽം. അൽ ഇൽം. അല്ലാഹുവിന് അറിവ് എന്ന വിശേഷണമുണ്ട്. അതതിന്റെ പൂർണ്ണതയിൽ, പാരമ്യതയിൽ ഒരു കുറവുമില്ലാതെ, അജ്ഞത എന്ന അവസ്ഥ മുൻപ് വന്നു ചേരാതെ അള്ളാഹുവിനറിയാത്തതായി ഒന്നുമില്ല. മറവി എന്ന അവസ്ഥ പിൻചേരാതെ അവൻ അറിഞ്ഞ കാര്യങ്ങളൊട്ട് മറക്കുകയുമില്ല. ഇനി അവൻ അറിയുന്നത് സൂക്ഷ്മമായും കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതെങ്ങനെയാണോ ഉള്ളത് അതങ്ങനെ സമ്പൂർണാർത്ഥത്തിൽ അവൻ അറിയും. അതിന് സ്ഥലമെന്നോ കാലമെന്നോ നാടെന്നോ സൃഷ്ടികളെന്നോ ജീവനുള്ളവയെന്നോ ജീവനില്ലാത്തവയെന്നോ ഒരു വ്യത്യാസവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന മഅസിയത്തുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, എന്നെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ളയെ പോലെയുള്ളവർ ചോദിച്ചു, നിനക്ക് അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് പോലെ, അള്ളാഹുവിനെ നീ ആഗ്രഹിക്കുന്നത് പോലെ ധിക്കരിച്ചു ജീവിക്കാം, തോന്നിവാസിയായി ജീവിക്കാം. പക്ഷേ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ 5 ഷർത്തുകളിൽ, നിബന്ധനകളിൽ ഒന്ന്, അള്ളാഹു അറിയാത്ത ഒരിടം നീ കണ്ടെത്തണം. അവന്റെ ഭൂമിയിൽ, അവന്റെ മണ്ണിൽ അള്ളാഹു അറിയാത്ത ഏതെങ്കിലും കോണുണ്ടോ എന്ന് നീ അന്വേഷിക്കുക. അവിടെ പോയി നീ അള്ളാഹുവിനെ ധിക്കരിച്ചോ. സാധിക്കോ? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. കൂരാകൂരിട്ടിൽ, കറുത്ത രാത്രിയുടെ അന്ധകാരത്തിന്റെ ഇഴകളിൽ, കറുത്ത പാറയിന്മേൽ സഞ്ചരിക്കുന്ന ചെറിയ കറുത്ത ഉറുമ്പിന്റെ കാൽപ്പാടുകൾ പോലും അവൻ അറിയും. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടം അവൻ അറിയും. ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ച മന്ത്രങ്ങൾ അവൻ അറിയും. അല്ലദീ യറാക ഹീന തഖൂം, നീ നിന്ന് നിസ്കരിക്കുമ്പോൾ നിന്റെ നൃത്തത്തെ അവൻ കാണും. വതഖല്ലുബക ഫിസ്സാജിദീൻ, നീ അവന്റെ മുമ്പിൽ ശിരസ് നമിച്ച് സാഷ്ടാംഗം കുനിഞ്ഞു നിൽക്കുമ്പോൾ, സുജൂദിലാകുമ്പോൾ അല്ലാഹു നിന്റെ തലയനക്കം പോലും അറിയും. നിന്റെ കൽബിനകത്ത് നീ ഒളിപ്പിച്ചു വെച്ചത് നിന്നേക്കാൾ കൃത്യമായി അവൻ അറിയും. നിന്റെ ഭാവി അറിയും, നിന്റെ ഭൂതം അറിയും, നിന്റെ വർത്തമാനം അറിയും, നിന്റെ ആപാദചൂടം അവൻ അറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓരോ സൃഷ്ടികളെയും അറിയും. അവന്റെ സൃഷ്ടികളിൽ നിന്ന് ഒന്നും, ഒരില പോലും, ഒരു പുൽക്കൊടി പോലും, ഒരു ധാന്യമണി പോലും അവന്റെ അറിവിന്റെ അപ്പുറത്ത് സഞ്ചരിക്കുന്നില്ല. എല്ലാം അവന്റെ അറിവിനുള്ളിൽ പരിമിതമാണ്. ഇതെപ്പോൾ അവൻ അറിഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഖലമിനെ സൃഷ്ടിച്ചു, പേനയെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു ഉക്തുബ്, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ളതെല്ലാം എഴുതാൻ അവനവന്റെ ഖലമിനോട് പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ളതെല്ലാം അവന്റെ പേന രേഖപ്പെടുത്തി. അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതാണ്. അള്ളാഹു നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, ഇത് നമുക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, നമ്മുടെ ബുദ്ധിക്ക് താങ്ങില്ല. അള്ളാഹു ഇത്രമേൽ മഹാനാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു ഇസ്മിന്റെ മാത്രം കഥയാണ്. അതെന്നെ നമ്മൾ സാമാന്യം പറഞ്ഞതാണ്. നമുക്കറിയുന്ന അൽ അലീം എന്നതിന്റെ സാമാന്യം അർത്ഥം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള റബ്ബ്, അവന്റെ ഈ ഒരു നാമം, ഒരു ഇസ്മു പഠിച്ചാൽ അതിലുള്ള വിശേഷണം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രവർത്തനത്തിൽ അതെങ്ങനെയാണ് സ്വാധീനിക്കുക? ഈ റബ്ബ് അറിയാതെ എനിക്ക് എന്തു പ്രവർത്തിക്കാൻ സാധിക്കും? അവനറിയാതെ എനിക്കൊരു ഹറാമ് ചെയ്യാൻ സാധിക്കും? എങ്ങനെ ഞാൻ അവനെ ധിക്കരിക്കും? അവൻ അറിയുന്നവനായിരിക്കും, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കെ, അവൻ എന്നെ കേട്ടുകൊണ്ടിരിക്കെ, അവൻ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ, അവന്റെ അറിവിൽ, അവന്റെ കാഴ്ചയിൽ, അവന്റെ കേൾവിയിൽ ഞാൻ അകപ്പെട്ടിരിക്കെ, ഞാൻ എങ്ങനെയാണ് അവന് വിലക്കിയൊരു ഹറാം പ്രവർത്തിക്കുക? ഞാൻ എന്ത് ദോഷിയാണ്, ഞാൻ എന്ത് ധിക്കാരിയാണ്? ഈ ചിന്ത അവൻ അലട്ടും. അതാണ് അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഒരു ഇസ്മു പഠിച്ചാൽ അമലായി വരിക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ലില്ലാഹി,
99 ഇസ്മൻ 100 ഇല്ല വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അല്ലാഹുവിന് 100 കുറവ് 99 നാമങ്ങൾ അത്യുൽകൃഷ്ടങ്ങളായ അസ്മാഉൽ ഹുസ്നയുണ്ട്. അതിനർത്ഥം അല്ലാഹുവിനാകെ 99 ഇസ്മയുള്ളൂന്നല്ല. അല്ലാഹുവിന്റെ ഇസ്മുകളിൽ ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ അവൻ ഖുർആനിലൂടെയും സുന്നത്തുകളിലൂടെയും അറിയിച്ച 99 പ്രത്യേകമായ അസ്മാഉൽ ഹുസ്നയുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. എന്റെ കയ്യിൽ 100 രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്റെ കയ്യിൽ 100 രൂപ മാത്രമേ ഉള്ളൂ എന്നല്ല. 100 രൂപ ഉണ്ട്, ആ 100 രൂപ ഞാനൊരു യാചകന് സ്വതക്കയായി കൊടുക്കാൻ നിശ്ചയിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതല്ലാത്ത 100കളും 1000കളും അവന്റെ പോക്കറ്റിൽ ഉണ്ടാകാം. അതുപോലെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ 99 പ്രത്യേകമായ നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരാണോ അതിനെ ഇഹ്സാ ചെയ്തത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇഹ്സാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് ഏതാണെന്ന് പഠിക്കണം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്ഥിരപ്പെട്ട 99 അസ്മാഉൽ ഹുസ്ന മഹാനായ സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖവാഇദുൽ മുസ്ല എന്ന് പറയുന്ന കിതാബിൽ, അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ രചിച്ച അസ്മാഉ സിഫാത്ത് ചർച്ച ചെയ്യുന്ന കിതാബുകളൊക്കെ കാണാം, ക്രോഡീകരിച്ചിട്ടുണ്ട് ഈ 99 അസ്മാഉൽ ഹുസ്നകൾ ഹദീസിന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിവുകൾ സഹിതം. ഇത് നമ്മൾ ആദ്യം അറിയണം, പഠിക്കണം. അതിന്റെ ഓരോന്നിന്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും താല്പര്യം എന്താണ്, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരാം. അല്ലാഹു അലീമാണെന്ന് പറഞ്ഞാൽ അവൻ അറിയാതെ ഒന്നും പ്രവർത്തിക്കാൻ വയ്യ. അവൻ എല്ലാം കേൾക്കുന്നവനാണ്. സമീഅണെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കാതെ ഒന്നും എനിക്ക് സംസാരിക്കാൻ വയ്യതുകൊണ്ട് ഒരു ഹറാമിന്റെ ലാഞ്ചന പോലും എന്റെ നാവിൽ നിന്ന് തുളുമ്പാതിരിക്കട്ടെ, എന്റെ സംസാരം ഞാൻ ശ്രദ്ധിക്കട്ടെ. അവൻ കേൾക്കും. ആര് കേൾക്കാതെ ഞാൻ മനസ്സിൽ ഉരുവിട്ടാലും എന്റെ റബ്ബ് കേൾക്കും. എന്റെ മനസ്സിന്റെ മന്ത്രണം വരെ അവൻ കേൾക്കും. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാഴ്ചയിൽ പെടാതെ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ആര് കാണാതെ ഏത് പൊത്തിൽ പോയി ഞാൻ ഒളിച്ചാലും, എന്തു തോന്നിവാസം ചെയ്താൽ എന്റെ റബ്ബ് അവിടെ കാണും, എന്റെ റബ്ബെന്നെ കാണും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇതിനാണ് ഇഹ്സാ എന്ന് പറയാം. അള്ളാഹുവിന്റെ അസ്മാകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം, അത് മനഃപ്പാടമാക്കണം, അതിന്റെ ആശയം മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ജീവിതത്തിൽ അത് പ്രവർത്തനത്തിൽ നമ്മളെ സ്വാധീനിക്കണം. ഇങ്ങനെ അള്ളാഹുവിന്റെ 99 അസ്മാഉൽ ഹുസ്നകൾ ഒരാൾ ഇഹ്സാ നടത്തിയാൽ, ഇങ്ങനെ എന്താ പറയാ ക്ലിപ്തപ്പെടുത്തിയാൽ, സ്വായത്തമാക്കിയാൽ ദഖലൽ ജന്ന. അള്ളാഹുവിന്റെ റസൂൽ അവന് വാഗ്ദാനം നൽകിയത് സ്വർഗമാണ്. കണ്ടോ? കാരണം എന്താ? എന്തുകൊണ്ടാ അവന് സ്വർഗം ഓഫർ നൽകിയത്? അവൻ അള്ളാഹുവിനെ ഏറ്റവും ആദരിക്കുന്നവനായിരിക്കും. അവനായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും ഭയക്കുന്നവൻ. അവനായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്നവൻ. അവനായിരിക്കും അള്ളാഹുവിനെ ഏറ്റവും നന്നായി വഴിപ്പെടുന്നവൻ, അനുസരിക്കുന്നവൻ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാറ്റിന്റെയും അടിസ്ഥാനമാണെങ്കിൽ അവന്റെ ദീനും അവന്റെ അമലും അവന്റെ സ്വഭാവവും അവന്റെ കച്ചവടവും അവന്റെ വ്യവഹാരങ്ങളും എല്ലാം നന്നായി തീരും. അതുകൊണ്ട് ഇത് അടിസ്ഥാനമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, അവനോടുള്ള ആദരവ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ നമ്മൾ ആദ്യമായി തേടേണ്ട കാരണം അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലൂടെ, അവന്റെ ഉത്കൃഷ്ടങ്ങളായ നാമഗുണ വിശേഷണങ്ങളിലൂടെ അവനെ പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ്. من اعتقد أن أسماءه تعالى أحسن الأسماء صفاته أكمل الصفات بل له من كل كمال أكمله أنه منزه عن المثال من العيوب والنقصان أنه على كل شيء قدير فعال لما يريد أكبر من كل شيء أرحم الراحمين أقدر القادرين أحكم الحاكمين فلا شك أنهم سيعظم الله سبحانه وتعالى حق تعظيمه. പണ്ഡിതന്മാർ പറയുന്നു, ഇങ്ങനെ അള്ളാഹുവിന്റെ അസ്മാകൾ അവൻ പഠിച്ചാൽ അവന് മനസ്സിലാകും അവന്റെ പേരുകൾ ഏറ്റവും മനോഹരങ്ങളായ, ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതിനേക്കാൾ ഭംഗിയും സൗന്ദര്യവും ആകർഷണീയവും അർത്ഥതലങ്ങളും മനോഹാരിതയും ഉള്ള ഒരു നാമങ്ങളുമില്ല. അതാണ് അള്ളാഹുവിന്റെ നാമങ്ങളുടെ പ്രത്യേകത. അൽ അലീം, അൽ ഖദീർ, സുബ്ബൂഹ്, ഖുദ്ദൂസ്, ദുൽ ജലാലി വൽ ഇക്റാം, അൽ അലി, അൽ അദീം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാകൾ ഓരോന്നും നീ പഠിക്കുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം മനോഹരങ്ങളാണ്,
ഉത്കൃഷ്ടതയുടെ പാരമ്യതയിലാണ് ആ നാമങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉൾക്കൊള്ളുന്നത്. അതിലടങ്ങിയിരിക്കുന്ന വിശേഷണങ്ങളോ നമ്മൾ പറയാറുള്ളത് പോലെ അതിന്റെ പാരമ്യതയിൽ, പൂർണ്ണതയുടെ ഏറ്റവും പാരമ്യതയിൽ, അതിനപ്പുറത്ത് പൂർണ്ണതയില്ല. അത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് യോജിക്കുന്നത് പോലെ അവനിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിനെ കുറിച്ചൊരു മോശം വിചാരവും അവനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയ സൃഷ്ടികൾ അവനെ ഇകഴ്ത്തുകയും അവനെ പരിഹസിക്കുകയും അവന്റെ ദീനിനെ കളിയാക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നെല്ലാം അവൻ എത്രയോ പരിശുദ്ധനാണെന്ന് നിനക്ക് മനസ്സിലാകും. കാരണം അവൻ കൽപ്പിച്ച ദീനാണിത്, അവൻ നിർബന്ധമാക്കിയ കർമ്മമാണിത്, അവൻ വിലക്കിയ ഹറാമാണത്, മഹാനായ റബ്ബിന്റെ യുക്തിയാണത്, അവന്റെ കൽപ്പനയാണത്, അവന്റെ വിലക്കാണത്. അവന്റെ വിശേഷണങ്ങൾ അത് മോശമാണ്, അത് ഇക്കാലഘട്ടത്തിന് യോജിക്കില്ല, അത് നമുക്ക് താല്പര്യമില്ല എന്നു പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ഉൾക്കൊള്ളൊരുത്തിന് സാധിക്കുകയില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതിന്റെ പരിപൂർണതയുടെ പാരമ്യത നിനക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾ അവനെക്കുറിച്ച് വിചാരിക്കുന്ന എല്ലാ ദുർവിചാരങ്ങളിൽ നിന്നും, സൃഷ്ടികൾ അവർക്കിടയിൽ കാണുന്ന, സൃഷ്ടികൾക്കിടയിൽ പ്രകടമാകുന്ന ന്യൂനതകളിൽ നിന്നും, കുറവുകളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും അവൻ പരമപരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്നവനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫഅാലുൻ ലിമാ യുരീദ്. അവനെല്ലാം കഴിയുന്നവനാണ്, അവന് കഴിയാത്തതായി ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. പക്ഷെ അത് അനീതിയല്ല, അക്രമമല്ല. ഇവിടുത്തെ അധികാരം കൈയാളുന്നവർ, ഇവിടുത്തെ സമ്പന്നർ, ഇവിടുത്തെ പ്രമാണികൾ, അവർ അവരുടെ അധികാരവും സമ്പത്തും അവരുടെ സ്ഥാനവും പദവിയും ഉപയോഗിച്ച് പാവപ്പെട്ടവരെ, അശരണരെ, സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരെ, നിസ്സഹായരെ, ദുർബലരെ, ഭരണീയരെ അടിച്ചമർത്തുന്നത് പോലെ സ്വേച്ഛാധിപതിയല്ല അവൻ. മറിച്ച് അവന്റെ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഉപയുക്തമായ നീതിയോടെ, പരിപൂർണമായ നീതിയുടെ പ്രകടമായ പ്രവർത്തനങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ. അവൻ അക്രമം പ്രവർത്തിക്കുകയില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. സൃഷ്ടികളോട് ഒരു അനീതി പോലും പ്രവർത്തിക്കുന്നില്ല. അവൻ ആരെങ്കിലും ശിക്ഷിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും വഴികേടിലാകുന്നുവെങ്കിൽ അതവരുടെ പ്രവർത്തനം കൊണ്ടാണ്. അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുന്നവർ, അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ശിക്ഷിക്കപ്പെടുന്നത് അവനെ നന്മ ചെയ്ത്, അവനെ വഴിപ്പെട്ട് സുഹൃതം ചെയ്ത് മരിച്ച് സ്വർഗത്തിലെത്തിയ അവന്റെ സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, അവരോടുള്ള കാരുണ്യത്തിന്റെയും നീതിയുടെയും ഭാഗമാണ്. തോന്നിയതുപോലെ ജീവിച്ചു മരിച്ചവരും നന്മയിൽ മുഴുകി അള്ളാഹുവിനെ പേടിച്ചു മരിച്ചവരും അവർ തമ്മിലൊരു വ്യത്യാസവുമില്ല എങ്കിൽ നീതി എവിടെയാണ്? അഫനജഅൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ. അതേ മുസ്ലിമീങ്ങളെയും തോന്നിവാസികളെയും അള്ളാഹിനനുസരിച്ച് വഴിപ്പെട്ട് ജീവിച്ചവരെയും അള്ളാഹു സമന്മാരാക്കുമോ? അവന്റെ നീതിക്ക് യോജിച്ചതല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ അവന് തോന്നിവാസം ചെയ്യുന്നു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതൊരിക്കലും അവന് യോജിക്കുകയില്ല. നമ്മളിലേക്ക് ചേർത്ത് നമ്മുടെ ഉദ്ദേശം നമ്മൾ പ്രവർത്തിക്കും എന്ന് പറയുന്നത് പോലെയല്ലാതെ അവന്റെ ഉദ്ദേശം പരിപൂർണമായ യുക്തിയോടുകൂടിയായിരിക്കും. അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ ഹിക്മത്ത് അതിനു പിന്നിലുണ്ടാകും. നമ്മൾ അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി, നമുക്ക് ആവശ്യമുള്ളത് അവൻ അറിയിച്ചു തരും. നമുക്കറിയാത്തത് അവൻ അടക്കി വെക്കും. അതിന്റെ യുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തിയാലും ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും ശരി, അള്ളാഹുവിന്റെ അടിമയാണോ നീ, അവൻ അതിൽ നിന്നെല്ലാം പരിശുദ്ധനാക്കണം. അക്ബറു കുല്ലി ഷൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ബറു മിൻ കുല്ലി ഷൈഇൻ. എല്ലാ വസ്തുക്കളെക്കാളും, എല്ലാ സൃഷ്ടികളെക്കാളും, എത്ര വലിയവനേക്കാളും ഏറ്റവും വലിയവനാണ് അവൻ. അവന്റെ ദാത്ത് കൊണ്ട്, അവന്റെ അസ്തിത്വം കൊണ്ട്, അവന്റെ മഹാത്മ്യം കൊണ്ട്, അവന്റെ അധികാരം കൊണ്ട്, അവന്റെ പ്രതാപം കൊണ്ട്, അവന്റെ വാക്കുകൾ കൊണ്ട്, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, എല്ലാ അർത്ഥത്തിലും ആരെക്കാളും എന്തിനേക്കാളും അവൻ മഹാനാണ്. അവൻ അക്ബറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നതാണ് നമ്മുടെ ദിക്ർ. അർഹമുർ റഹീമീൻ. അവൻ ഏറ്റവും വലിയവനാണ്. അവനെല്ലാം അടക്കി ഭരിക്കുന്നവനാണ്. അഹങ്കരിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ അത് അവന് മാത്രമാണ്. സർവാധിപതിയാണ്, സമഗ്രാധിപതിയാണ്, പരമാധികാരമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. അഹന്തയുടെയും അതുപോലെ തന്നെ മഹത്വത്തിന്റെയും വലുപ്പത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും എല്ലാ മകുടോദാഹരണങ്ങളും ഗുണങ്ങളും അള്ളാഹുവിന് മാത്രം പരിമിതമാണ്. സൃഷ്ടികൾക്ക് അതുപോലെ ഒന്നുമില്ല, തെല്ലുപോലുമില്ല. എന്നാലും ശരി, ഏറ്റവും വലിയവനാണ് അവൻ എല്ലാ അർത്ഥത്തിലെങ്കിലും ശരി. അർഹമുർ റഹീമീൻ. അവൻ ഏറ്റവും കാരുണ്യമുള്ളവനാണ്. അവൻ സൃഷ്ടികളോട് ഏറ്റവും കാരുണ്യമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
ധിക്കാരം പ്രവർത്തിച്ച് ഹറാമുകൾ ചെയ്ത് തൗബ ചെയ്ത് അവനോട് ഖേദിച്ചു മടങ്ങുന്നവന്റെ തൗബയാൽ അള്ളാഹു സന്തോഷിക്കുന്നവനാണ്, അവൻ ചിരിക്കുന്നവനാണ്. അവന്റെ സന്തോഷം കാരണത്താൽ അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ രാത്രിയുടെ അവസാനയാമങ്ങളിൽ അർശിന് മുകളിൽ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അവന് യോജിച്ച രൂപത്തിൽ അവൻ ഈ ദുനിയാവിന്റെ ആകാശത്തേക്ക് എല്ലാ രാത്രിയുടെയും അവസാനയാമങ്ങളിൽ ഇറങ്ങുന്നു. അവന് യോജിച്ച രൂപത്തിൽ. എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വഹീഹായ ഹദീസിലൂടെ അറിയിച്ചതാണ്. എന്നിട്ട് അവൻ വിളിക്കുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുന്നു. ആരുണ്ട് മൻ യസ്അലുനി ഫഉഅതിയ ലഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് തേടാൻ, അവർക്ക് ഞാൻ അനുവദിച്ചു നൽകാം. എന്നല്ലാഹു എല്ലാ രാത്രിയിലെയും അവസാനയാമങ്ങളിൽ അർഹമുർ റാഹിമീനായ റബ്ബ്, അക്ബറായ റബ്ബ്, എല്ലാത്തിനേക്കാളും മഹാനായ റബ്ബ് അവൻ വിളിക്കുന്നു. അവൻ വിളിയാളങ്ങൾ അടിമകളിലേക്ക് വിടുന്നു. നമ്മൾ ഉത്തരം ചെയ്യുന്നില്ല. അർഹമുർ റാഹിമീനാണ് അവൻ, അഖ്ദറുൽ ഖാദിരീൻ, എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയേണ്ട താമസം. കുൻ എന്ന വാക്കുകൊണ്ട് അതിനെ സൃഷ്ടിക്കുന്നവനാണ് റബ്ബ്. ഈ ഭൂലോകം മുഴുവൻ നശിപ്പിക്കണമെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ തകർന്നു തരിപ്പണമാകണമെങ്കിൽ അള്ളാഹുവിനൊരൊറ്റ വാക്കുരുവിടേണ്ട താമസം. അത് ചാമ്പലായിത്തീരും, നശിച്ചൊടുങ്ങും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവൻ നൽകുന്ന അന്നം ഭുജിച്ച്, അവനെ ധിക്കരിക്കുന്ന എത്ര വലിയ തോന്നിവാസിയാണെങ്കിലും അവനെ നശിപ്പിക്കാൻ, അതൊരു രാജ്യത്തെ ഭരണാധികാരിയാണെങ്കിലും ഒരുപാട് രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ ശക്തികളാണെങ്കിലും അള്ളാഹുവിന്റെ അടിമകളെ സംരക്ഷിക്കാൻ, ധിക്കാരികളെ നശിപ്പിക്കാൻ ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷാർദ്ധ നേരം പോലും അള്ളാഹുവിന് വേണ്ടതില്ല. കുൻ എന്ന വാക്കുകൊണ്ട് സൃഷ്ടിക്കുന്നവനാണ് അവൻ. അള്ളാഹു അത്രയും കഴിവുറ്റവനാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെയാണോ നമ്മളാകുന്ന കീടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തോന്നിവാസങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മെ പിടികൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തു പ്രയാസമാണുള്ളത്? നമ്മുടെ ധിക്കാരവും നമ്മുടെ താൻ പോരിമയും നമ്മുടെ പൊങ്ങച്ചവും നമ്മുടെ ദുനിയാവ് കണ്ട് നമ്മൾ പളപളക്കുന്ന പളപളപ്പും ഭൗതിക പ്രമത്തതയിൽ ആണ്ടുപോയി പരലോകം മറന്നുള്ള നമ്മുടെ ജീവിതവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തെല്ലിട നേരം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിച്ചാൽ എങ്ങനെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കുന്നത്. അഹ്കമുൽ ഹാക്കിമീൻ, അവന്റെ മറ്റൊരു വിഷയം അഹ്കമുൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും ന്യായമായി, യുക്തിഭദ്രമായി, ഏറ്റവും കാലികമായി, ഏറ്റവും സാർവത്രിക പ്രസക്തമായി വിധിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ വ്യവഹാരങ്ങളിൽ, നിങ്ങളുടെ സ്വത്ത് തർക്കത്തിൽ, നിങ്ങളുടെ ദീനിന്റെയും ദുനിയാവിന്റെയും ഏതേത് മാർഗങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി, നിങ്ങൾ മടങ്ങേണ്ടത് അള്ളാഹുവിന്റെ വിധിയിലേക്കാണ്, അവന്റെ ദീനിലേക്കാണ്. അതിനേക്കാൾ അനുയോജ്യമായ, പ്രസക്തമായ, കാലികമായ മറ്റൊരു വിധിയില്ല. ഇസ്ലാമിന്റെ നിയമ സംഹിതകൾ, ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമിന്റെ സാമൂഹിക ശാസ്ത്രം, ഇസ്ലാമിന്റെ രാഷ്ട്രീയം, ഇസ്ലാമിന്റെ കുടുംബ മര്യാദകൾ, ഇസ്ലാമിന്റെ മാതാപിതാക്കളോടുള്ള കടമകൾ, ഇസ്ലാമിന്റെ വൈയക്തിക രംഗത്തെ സൂക്ഷ്മതകൾ, ഏകാന്ത ജീവിതത്തിലെ അവൻ അള്ളാഹുവിനെ മുറാഖബത്തുള്ള, അള്ളാഹുവിനെ വീക്ഷിക്കേണ്ടുന്ന അവന്റെ സ്വഭാവ മൂല്യങ്ങൾ, ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ഇതിന് തുല്യമായ, ഇതിന്റെ ഏഴയലത്ത് നിൽക്കാൻ സാധിക്കുന്ന, ഇതിന്റെ അടുത്തുപോലും, ഇത് കിഴക്കാണെങ്കിൽ അപ്പുറത്ത് പടിഞ്ഞാറ് പോലും സ്ഥാപിക്കാൻ സാധിക്കാത്ത ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങളുടെ മനുഷ്യന്മാർ പടച്ചുണ്ടാക്കിയ ബുദ്ധിജീവികൾ അവർ ഉണ്ടാക്കിയ, മെനഞ്ഞുണ്ടാക്കിയ അവരുടെ ഗവേഷണങ്ങളും ചിന്തകളും അവരുടെ വായിൽ തോന്നിയ തോന്നിവാസങ്ങളും പുരോഗമനമായും സ്വാതന്ത്ര്യമായും സ്വീകരിക്കുന്നവരെ തിരിച്ചറിയണം. അഹ്കമുൽ ഹാക്കിമീൻ, അള്ളാഹുവിന്റെ വിധിയേക്കാൾ പ്രസക്തമായ, കാലികമായ, ബുദ്ധിക്ക് യോജിക്കുന്ന, പ്രകൃതിദത്തമായ, മനുഷ്യന്റെ നന്മക്കനുഗുണമായ മറ്റൊരു നിയമമില്ല. അഹ്കമുൽ ഹാക്കിമീൻ, അള്ളാഹുവാണ് അഹ്കമുൽ ഹാക്കിമീൻ. ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് അവന്റെ അസ്മാകളിലൂടെ, അവന്റെ സിഫാത്തുകളിലൂടെ എങ്ങനെ തിരിച്ചറിയാനാകും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള മഹത്വം, അവനോടുള്ള ആദരവ്, അവന്റെ വലുപ്പം, ഇത് ഖൽബിൽ നിറഞ്ഞു തുളുമ്പാത്ത, ഖൽബ് കല്ലാവാത്ത, മരമാകാത്ത, നിർജീവമാകാത്ത, ചിത്തമാകാത്ത ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് കൂടുതൽ നമ്മൾ അവന്റെ അസ്മാകളിലൂടെ, സിഫാത്തുകളിലൂടെ മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിനെ ആദരിക്കാൻ, അവന്റെ മഹത്വം ഉൾക്കൊള്ളാൻ നമ്മെ നയിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം അൽ അംറു ത്സാനി التدبر في آيات الله الكونية علويها وسفليها فعظمة المخلوق ترشد إلى عظمة الخالق ومن ثم تعظيمه. الله سبحانه وتعالى അവനുപരിയിലും താഴെയുമായി അവന്റെ സൃഷ്ടി വൈഭവങ്ങളിൽ അനിഷേധ്യങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ അവൻ കൊരുത്തുവച്ച അവന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ ആകാശമായി ഭൂമിയായി സൂര്യനായി ചന്ദ്രനായി രാവായി പകലായി കടലായി കരയായി പക്ഷിയായി മൃഗമായി മനുഷ്യനായി ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ വഫീ കുല്ലി ഷൈഇൻ വഫീ അൻഫാസിൽ ഖലായികി മനുഷ്യരുടെ സൃഷ്ടിജാലങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളിൽ നീ ശ്വാസമകത്തേക്ക് വലിക്കുന്നു, നിന്റെ ജീവവായു അകത്തേക്ക് ശ്വസിച്ചെടുക്കുന്നു, ഓക്സിജനായി ഉച്ഛ്വാസവായുവായി നീ അതിനെ പുറത്തുവിടുന്നു. നിന്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിന്റെ റബ്ബിലേക്കുള്ള വഴിയടയാളങ്ങളെ, നിന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിനക്ക് തിരിച്ചറിയാം. അള്ളാഹു ഇതൊന്ന് നിർത്തിവെച്ചാൽ, ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും പൈസ കൊടുത്താൽ വരെ ശ്വസനവായു കിട്ടാത്ത പ്രതിസന്ധി നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ടായി. കൊറോണ എന്ന മഹാവൈറസിന്റെ സാന്നിധ്യത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ലോകത്തെ മുച്ചൂടും പറപ്പിച്ചു. മനുഷ്യന്മാരിന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹു തടഞ്ഞു വെച്ചാൽ ആർക്കാണ് അതിനെ നിവർത്തിച്ചു തരാൻ സാധിക്കുക? اللهم لا مانع لما أعطيت ولا معطي لما منعت. കാലത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, ചിന്തിക്കലില്ല. നീ തടഞ്ഞത് തരാൻ ആരുമില്ല, നീ തരാൻ ഉദ്ദേശിച്ചത് തടയാനും ആരുമില്ല. വെട്ടിപ്പിടിക്കാൻ, കട്ടെടുക്കാൻ, അപഹരിക്കാൻ, കുതന്ത്രം പ്രയോഗിക്കാൻ, അന്റെ മുതല് മനസ്സിന്റെ ലാഞ്ചന കൊണ്ടെങ്കിലും കുതിക്കാൻ ഇത് ചിന്തിക്കുന്നവർക്ക് സാധിക്കുമോ? എത്ര മെനക്കെട്ടാലും തലകുത്തി മറിഞ്ഞാലും അള്ളാഹ് എനിക്ക് എഴുതി വെച്ചത് അവൻ തരും. അതാരൊക്കെ തടഞ്ഞാലും ശരി, ആരൊക്കെ അപ്പുറപ്പുറം എനിക്ക് സമാന്തരമായി കച്ചവട സംരംഭങ്ങൾ അവർ മെനഞ്ഞാലും ശരി. ചില ആളുകൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ദുനിയാവ് വെട്ടിപ്പിടിക്കുന്ന വിഷയത്തിൽ ആളുകളുടെ മത്സരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തെക്കുറിച്ച്, അവൻ എനിക്ക് രേഖപ്പെടുത്തിയ റിസ്കിനെ കുറിച്ച്, അതന്ന് രേഖപ്പെടുത്തിയത് എന്നും മാറ്റമില്ലാതെ എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന ചിന്തയെക്കുറിച്ച്, മരണം എന്നെ തേടിയെത്തുന്നത് പോലെ എന്റെ റിസ്ക് എന്നെ തേടിയെത്തുമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയതിനെ കുറിച്ച്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അള്ളാഹു ഒരു എളുപ്പം നൽകുമെന്ന അവന്റെ വാഗ്ദാനത്തെക്കുറിച്ച്, വയർജുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നീ വിചാരിക്കാത്ത, നിന്റെ സ്വപ്നത്തിന്റെ ഏഴയലത്ത് പോലും എത്താത്ത ചിന്തയിലൂടെ നിന്നെ പിടിച്ചു കുലുക്കാത്ത മാർഗത്തിൽ അള്ളാഹു നീ അറിയാതെ നിന്നെ പോറ്റും, നിന്റെ വയറ് നിറക്കുമെന്നത്, വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്ര, നിന്റെ കാര്യത്തിൽ അവൻ എളുപ്പം ചെയ്യുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രപഞ്ചത്തിലെ, പ്രകൃതിയിലെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. കടല് കണ്ടിട്ടില്ലേ നമ്മൾ? കടല് കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്ത ബുദ്ധിയുള്ള ഏത് മനുഷ്യനാണ് ഉണ്ടാവുക? ചിന്ത മരവിക്കാത്ത ഭൗതികന്മാർ, ദുനിയാവിന്റെ ആളുകൾ ഭൗതികതയിലേക്കും അതല്ലെങ്കിൽ എന്റർടൈൻമെന്റിലേക്കും ചേർത്ത് അതിനെ ആസ്വദിക്കും, എന്നിട്ട് അവർക്ക് മടുത്തിട്ടില്ല. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ഇത് കാണുമ്പോൾ, കടൽ കാണുന്തോറും ആ കടൽ തീരത്തൊന്നുപോയി ഒരേ സമയം കടലിലേക്കും മുകളിൽ, സമുദ്രം പോലെ മുകളിൽ ഒരു തൂണുമില്ലാതെ അള്ളാഹു സ്ഥാപിച്ച ആ മഹാ ആകാശത്തിന്റെ സൃഷ്ടിപ്പിലേക്കും ഒന്നും മാറി മാറി കണ്ണോടിച്ചാൽ റബ്ബിനെ കണ്ടെത്താൻ സാധിക്കാത്ത ആരാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയാൻ സാധിക്കാത്ത, ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടാന്തങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശ്വാസോച്ഛ്വാസങ്ങൾ ഒന്നും വേണ്ട സഹോദരങ്ങൾ, നമ്മുടെ കൈയൊന്ന് നിവർത്തി നോക്കുക. ഈ കൈപ്പത്തിയിൽ 5 വിരലുകളുണ്ട്. എന്തിനാണ് 5 വിരലുകൾ? വിരലില്ലാതെ ഇതിനെ സൃഷ്ടിക്കാമായിരുന്നില്ല? അള്ളാഹുവിനെ സൃഷ്ടിക്കാമായിരുന്നില്ല. എന്തിനാ 5 വിരൽ? 5 വിരലും ഓരോ ധർമ്മമുണ്ട്. ഇതിൽ ഓരോ വിരലും നിങ്ങൾ മറ്റു കളഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ അതില്ലാത്തവർ ചിന്തിച്ചു നോക്കൂ അവരുടെ അവസ്ഥ. ഓരോ വിരലിനും ചെയ്യാവുന്ന ധർമ്മങ്ങളുണ്ട്. അത് സൂക്ഷ്മമായി അറിയുന്ന ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും കൃത്യമായ, വ്യവസ്ഥാപിതമായ, അവൻ ഏറ്റവും അനുയോജ്യമായ ഘടനയിൽ
ഭംഗിയുള്ള രൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ഇനി വിരല്, 5 വിരലുകൾ. എന്തിനാണ് ഇത് നഖം? ഈ നഖത്തിന്റെ പൊട്ടിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഓരോ ആഴ്ചയിൽ നാം അറുത്തിടുന്ന ഈ നഖത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. ഈ നഖം വിരലിൽ അള്ളാഹു സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കണ്ണ്, ഈ കണ്ണിന്റെ ഓരോ കൺപീലിയും, ഇതിലെ ഓരോ രോമങ്ങളും അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അവന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ. ഈ കൺപീലി ഇതില്ലായിരുന്നെങ്കിൽ കണ്ണിന്റെ അവസ്ഥ എന്താണ്? എത്ര സൂക്ഷ്മമായ കീടങ്ങളും പൊടിപടലങ്ങളുമാണ് ദിനം പ്രതി കണ്ണു തുറന്ന് നമ്മുടെ കൺമുമ്പിലൂടെ നമ്മൾ കാണാത്തതും കാണുന്നതുമായ ഒരു കരട് അല്ലെങ്കിൽ ഒരു പൊടി നമ്മുടെ കണ്ണിന് അരോചകമായ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണടച്ചു പോകുന്നു. അതിനെ തടയിടുന്ന മഹാ കവചമാണ് ഈ ഓരോ പീലികളും. അതിൽ നിന്നൊന്നു കൊഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നമ്മൾ അനുഭവിക്കും, തീർച്ചയാണ്. കണ്ണിൽ എന്തെങ്കിലും ഇനി പോയാൽ, ഈ അടക്കുന്നതിന് മുമ്പ് പോയാൽ, ഉടനെ ഇടയിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഉള്ളിലേക്ക് കയറിയത് അള്ളാഹു കഴുകി വൃത്തിയാക്കാനുള്ള സംവിധാനം കണ്ണിൽ ഒഴുകുന്ന നീരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. നമ്മുടെ ചെവി, നമ്മുടെ മൂക്ക്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അത് വെക്കേണ്ടിടത്ത് വെക്കേണ്ടതുപോലെ, അതിനെ സ്ഥാപിക്കേണ്ടതുപോലെ അവൻ സ്ഥാപിച്ചിരിക്കുന്നു. അതിനുമപ്പുറത്ത് നമ്മൾ കാണാത്ത, ഇന്നുവരെയും നമ്മൾ കാണാത്ത നമ്മുടെ ഉള്ളിലുള്ള ആന്തരികാവയവങ്ങളുടെ രഹസ്യങ്ങൾ. ഈ ഹാർട്ട് ഒരു നിമിഷം നിലച്ചാൽ ജീവൻ നഷ്ടപ്പെട്ടു. ജനിച്ചതു മുതൽ ജീവിച്ചിരിക്കുന്ന കാലം വരെ 24 മണിക്കൂറും ഇത് മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഓരോ മിടിപ്പിലും രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ജീവവായുവും പോഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അല്ലാഹു വിസ്തരിക്കുന്നു, അതല്ലെങ്കിൽ അല്ലാഹു അവിടെ പ്രദാനം ചെയ്യുന്നു. എന്താണ് ഇതിന്റെ രഹസ്യങ്ങൾ? ദിവസവും ഭക്ഷിക്കുന്നു, അത് ദഹിക്കുന്നു, അത് വിസർജിക്കുന്നു. ഇതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അത്ഭുതകരമായ പ്രാപഞ്ചികമായ പ്രകൃതിദത്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു പറഞ്ഞതുപോലെ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അല്ലാഹുവിനെ കണ്ടെത്താൻ സാധിക്കുന്ന ആയത്തുകൾ നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആദരവ് വർദ്ധിക്കാൻ, അവന്റെ മഹത്വം ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള, സൃഷ്ടിപ്പിൽ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള, നമ്മുടെ ശരീരത്തിൽ തന്നെ അവൻ നിക്ഷേപിച്ചിട്ടുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ തിരിച്ചറിയുക, ആലോചിച്ചുകൊണ്ടേയിരിക്കുക. മുൻഗാമികൾ ചിലർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ഉറക്കത്തിലൂടെയും ഉണർവിലൂടെയുമാണ്. എന്റെ ഉറക്കത്തിലൂടെയും ഉണർവിലൂടെയുമാണ്. നമ്മുടെ ഉറക്കവും ഉണർവും മഹാത്ഭുതമാണ്. ഉറക്കമെന്നത് ലഘുവായ മരണമാണ്, മൗത്തുൻ ഖഫീഫ്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആകളെന്ന് നിങ്ങളൊന്ന് അതിന്റെ അർത്ഥത്തിന്റെ ആഴമൊന്ന് ചിന്തിച്ചു നോക്കൂ. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫ വഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഫൽഹാ ബിമാ തഹ്ഫദു ബിഹി മിൻ ഇബാദിക സ്വാലിഹീൻ. എന്റെ റബ്ബിന്റെ നാമത്തിൽ എന്റെ പാർശ്വം അവന് നേരെ തിരിച്ചു വെച്ച് ഞാനിത് അവനിലേക്ക് മുഖം തിരിച്ചു കിടക്കുകയാണ്. അല്ലാഹുവേ, ഉറങ്ങുമ്പോൾ എന്റെ ആത്മാവിനെ നീ ഊരിയെടുക്കുന്നു, മരണത്തിൽ എന്റെ റൂഹ് പിടിക്കുന്നത് പോലെ. നീ അതിനെ എന്നിലേക്ക് തിരിച്ചുവിടാതെ നീ അതിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഫർഹംഹാ, റബ്ബേ നീ അതിനോട് റഹ്മത്ത് ചെയ്യണമേ, എനിക്ക് റഹ്മത്ത് ചൊരിയണമേ. നീ അതിനെ തിരിച്ചെന്റെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ സംരക്ഷിച്ചതുപോലെ എന്റെ ആത്മാവിനെ നീ സംരക്ഷിക്കണമേ. നോക്കൂ നിങ്ങൾ, ഈ ഉറക്കം പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ മെനക്കെട്ട് ക്ഷീണിച്ച് നമ്മുടെ ശരീരം വിശ്രമം ആവശ്യപ്പെട്ടിട്ടും ഉറങ്ങാൻ നമുക്ക് സാധിക്കാറില്ല. എത്രയോ ആളുകൾ ഉറങ്ങാൻ വേണ്ടി പിൽസ് കഴിച്ച് ഉറക്കഗുളി കഴിച്ച് ജീവിക്കുന്നു. ഗുളി കഴിച്ചില്ല, അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറങ്ങണമെന്ന് എത്രയോ വർഷങ്ങളായി ഉറങ്ങാത്ത, ഒന്നും മനം നിറഞ്ഞൊന്നും ഉറങ്ങാൻ സാധിക്കാത്ത ആളുകൾ മരുന്ന് കഴിക്കാതെ ഉറങ്ങണം എന്നെന്റെ ശരീരം എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഉറങ്ങാൻ സാധിക്കാത്ത എത്ര ആളുകൾ പരാതി പറയുന്ന ആളുകളുണ്ട്. ആരാണ് അവരുടെ ഉറക്കത്തെ പിടിച്ചു വെച്ചത്? നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ? ടെൻഷൻ അടിക്കുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ, ജീവിത പ്രാരാബ്ദങ്ങൾ നമ്മളെ പിടിച്ചു കുലുക്കുമ്പോൾ
എന്തെങ്കിലും വിഷമം അപ്രതീക്ഷിതമായി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാറില്ലേ? ശരീരം ക്ഷീണിച്ച് വിശ്രമം ആവശ്യപ്പെട്ടിട്ടും ആരാണ് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മുടെ ഉറക്കത്തെ പിടിച്ചു വെക്കുന്നവൻ? എത്രയോ ദിവസം നേരത്തെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചിട്ടും നമ്മൾ ഉണരണമെന്ന് തീരുമാനിച്ചിട്ട് അലാറം വെച്ച് അതിനുള്ള മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടും നമ്മൾ ഉറക്കത്തിൽപ്പെട്ടു പോകുന്നില്ലേ? ആരാണ് നമ്മളെ പിടിച്ചു വെച്ചത്? നമ്മുടെ ഉണർവിനെയും ഉറക്കത്തെയും നിയന്ത്രിക്കുന്നവൻ ആരാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മളെടുത്ത തീരുമാനങ്ങൾ പാളിപ്പോകാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ തീർത്തും വ്യക്തിപരമായി നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പഴക്കാറില്ലേ? അബദ്ധം സംഭവിക്കാറില്ലേ? നിന്റെ വ്യക്തി ജീവിതത്തിൽ നീയുമായി ബന്ധപ്പെടുന്ന നിന്റെ മാത്രം വിഷയങ്ങൾ, നീ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിനക്കൊരു സ്വാധീനവുമില്ലാതെ നീ ശൂന്യനായി പോകുന്ന അവസ്ഥയിൽ നിന്റെ തീരുമാനത്തെ നിയന്ത്രിച്ചവൻ ആരാണ്? ഇങ്ങനെ ഓരോ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടെത്താൻ മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, ഞാൻ വിഷയങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? ഓർമ്മണ്ടോ? മുൻഗാമികൾ ചിലർ ബിമ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷിയുടെ മുട്ടയിലൂടെ. ഒരു പക്ഷി അതിന്റെ മുട്ടയിലൂടെയാണ് ഞാൻ റബ്ബിനെ തിരിച്ചറിഞ്ഞത്. എങ്ങനെയാണത്? അദ്ദേഹം പറയാണ്, ഒരു പക്ഷിയുടെ മുട്ടയെ ഉപമിക്കുകയാണെങ്കിൽ ഹിസ്നുൻ ഹസീൻ ജിദാറുൻ ലാ ഖുർജത ലഹ്, അത് ഭദ്രമായ കോട്ടയെ പോലെയാണ്. അതിനകത്തേക്ക് കയറാൻ ഒരു പഴുതുപോലുമില്ല, ഒരു പൊത്തുപോലുമില്ല, ഒരു ദ്വാരം പോലുമില്ല. കുറച്ചു കഴിഞ്ഞാൽ അതാ ഒന്നും പുറത്തുനിന്ന് പ്രവേശിക്കാൻ സാധിക്കാത്ത ഭദ്രമായ കോട്ടയെപ്പോലെ അടച്ചുറപ്പുള്ള ആ മുട്ടയുടെ തോട് പൊളിച്ച് അതിൽ നിന്നൊരു ജീവന്റെ നാമ്പ് ഒരു പക്ഷിക്കുഞ്ഞായി പുറത്തു വരുന്നു. ആരാണ് ആ പക്ഷിക്കുഞ്ഞിനെ അതിൽ കൊണ്ടുപോയി ജീവനോടെ പുറത്തു കൊണ്ടുവന്നത്? ആരാണ്? എന്റെ റബ്ബല്ലാതെ? ഞാൻ എന്റെ റബ്ബിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അടുക്കൽ അന്നത്തെ നിരീശ്വരവാദികൾ അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർ സംവാദം നടത്താൻ വേണ്ടി വന്നു. ഇമാം ശാഫിയോട് ചോദിച്ചു, താങ്കൾ പറയുന്ന താങ്കളുടെ റബ്ബിനെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹം പറഞ്ഞു, ഒരു പട്ടുനൂൽ പുഴു അത് തിന്നുന്ന, ഈ പട്ടുനൂൽ പുഴു തിന്നുന്ന ചെടിയുടെ മൾബറി ചെടിയുടെ ഇലയിൽ നിന്നാണ്, ഇലയിലൂടെയാണ് എന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ സാധിക്കും. ഇമാം ശാഫി യുക്തി ബുദ്ധിയോടെ മറുപടി പറഞ്ഞാണ്. എങ്ങനെയാണത്? ആ മൾബറി ചെടി തിന്നുന്ന പട്ടുനൂൽ പുഴു അതിന്റെ വിസർജ്യമായി പട്ടു പുറത്തു വരുന്നു, മാർദ്ദവമുള്ള പട്ടു പുറത്തു വരുന്നു. അതേ മൾബറി ചെടിയുടെ ഇല തിന്നുന്ന ഒരു കസ്തൂരിമാൻ അതിന്റെ വിസർജ്യമായി, അതിന്റെ ശരീരത്തിൽ അവശേഷിപ്പായി സുഗന്ധം വമിക്കുന്ന കസ്തൂരിയെ ഒഴിവാക്കുന്നു. അതേ മൾബറി ചെടിയുടെ ഇല തിന്നുന്ന ഒരാട്, മാട് ശരിയായ വിസർജ്യമായി ദുർഗന്ധം വമിക്കുന്ന കാഷ്ടമായി അതിനെ പുറന്തള്ളുന്നു. ഒരേ മൾബറി ചെടിയുടെ ഇല അതിനെ പട്ടായും വിസർജ്യമായും സുഗന്ധം വമിക്കുന്ന കസ്തൂരിയായും ആരാണ് പരിവർത്തിപ്പിച്ചത്? നിന്റെ റബ്ബല്ലാതെ? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രപഞ്ചത്തിൽ ഓരോ ഇഞ്ചിലും ഓരോ മണൽത്തരിയിലും അവന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ നമ്മെ ഓതി കേൾപ്പിക്കുന്നുണ്ട്. ഓരോ മണൽത്തരിയിലും, ഓരോ കല്ലിലും, ഓരോ മരത്തിലും, ഓരോ ഇലയിലും അള്ളാഹുവിനെ കണ്ടറിയാൻ, അവനെ തിരിച്ചറിയാൻ എന്തെളുപ്പമാണുള്ളത്. പ്രപഞ്ചത്തിന്റെ റബ്ബിനെ, അവനിലേക്ക് മടങ്ങാൻ, അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ എന്തു ന്യായമാണ് മനുഷ്യ നിനക്ക് വേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം തിരിച്ചറിയാൻ ഇതിനേക്കാൾ മനോഹരമായ എന്തു തെളിവാണ് നിന്റെ ബുദ്ധിയെയും ചിന്തയെയും മതിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ഇങ്ങനെ എങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് ചില്ലറായിരിക്കില്ല. നമ്മുടെ മക്കൾക്ക് ഇത് ഓതിക്കൊടുത്തുകൊണ്ടേയിരിക്കണം. റബ്ബിനെ കുറിച്ച് പറഞ്ഞ് പഠിച്ച് ചിന്തിച്ച് ആലോചിച്ച് അവന്റെ അടിമയായി വളരുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തണം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, എന്നിട്ട് പറഞ്ഞു പഠിപ്പിക്കണം. നീ ചോദിക്കുകയാണെങ്കിൽ അവനോട് മാത്രം ചോദിക്കുക മോനെ. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അവനോട് മാത്രം. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക്,
നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, മഹാനായ ആ റബ്ബിനെ സൂക്ഷിച്ചാൽ, നിന്റെ റബ്ബിനെ സൂക്ഷിച്ചാൽ അവൻ നിന്നെ സംരക്ഷിക്കും. ഈ വാപ്പയില്ലെങ്കിലും, നിന്റെ വാത്സല്യത്തിന്റെ നിറകുടമായ ഉമ്മയില്ലെങ്കിലും, നിനക്ക് വേണ്ടപ്പെട്ട ആരില്ലെങ്കിലും നിന്റെ റബ്ബ് നിന്നെ സംരക്ഷിക്കുമെന്ന് ഓതിക്കൊടുക്കാൻ സാധിക്കണം. ഇഫ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്. നീ അവനെ സൂക്ഷിച്ചാൽ അവനെ നീ കണ്ടെത്തും. നിന്റെ പ്രയാസവേളകളിൽ അവൻ സഹായിച്ചും സംരക്ഷിച്ചും. ആരെല്ലാം നിനക്ക് അന്യമായാലും, ആരെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടാലും, ദുനിയാവ് മുഴുവൻ നിനക്കെതിരാണെങ്കിലും നിന്റെ റബ്ബിന്റെ സഹായം നിനക്ക് കണ്ടെത്താൻ സാധിക്കും. അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിയാൻ, അവന്റെ ആയത്തുകളിലൂടെ അവനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലംറു സാലിസ്, മൂന്നാമത്തെ കാര്യം, തദബ്ബുറുൽ ഖുർആനിൽ കരീം. അൽ ഖുർആനു കലാമുല്ലാഹ്, അളമതുഹു തുർഷിദുൽ ഉഖൂൽ ഇലാ അളമത്തിൽ മുതകല്ലിം ബിഹി സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ സംസാരമായ, അവന്റെ കലാമായ ഖുർആൻ നിന്റെ റബ്ബ് നിന്നോട് സംസാരിച്ച സംസാരമാണ്. ആ ഖുർആനിന്റെ ആശയ പ്രപഞ്ചത്തിലൂടെ നീ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. ആ ഖുർആൻ അർത്ഥം ഗ്രഹിച്ച് നീ വായിച്ചുകൊണ്ടേയിരിക്കുക. മഹാനായ റബ്ബിന്റെ മഹത്തായ സംസാരം നിന്റെ ബുദ്ധിയെ പിടിച്ചു കുലുക്കും, നിന്റെ കൽബിനെ പൊട്ടിത്തകർന്നു മാറാക്കും. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. നിർജീവമായ കൂറ്റൻ പർവ്വത നിരകൾക്ക് മുകളിലാണ് ഈ ഖുർആൻ അവതരിച്ചിരുന്നതെങ്കിൽ പോലും റബ്ബിന്റെ കലാമിന്റെ മഹത്വവും ഗാംഭീര്യവും മനസ്സിലാക്കി അത് പൊട്ടിത്തകരുമായിരുന്നു. എന്നിട്ടും ജീവൻ തുടിക്കുന്ന കൽബുകൾക്ക് ഖുർആൻ കൊണ്ടൊരു ചലനവുമില്ല. ഖുർആൻ നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ കയ്യിലേന്തി നടക്കാൻ, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മോടൊപ്പം കൊണ്ടു നടക്കാൻ എളുപ്പമാക്കിയ വലഖദ് യസ്സർനൽ ഖുർആൻ, അള്ളാഹു എളുപ്പമാക്കിയ ഖുർആൻ ഇരു ചട്ടകൾക്കുള്ളിൽ നമ്മുടെ മുൻപിൽ ഭദ്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ആയുസ്സിനിടയ്ക്ക് എത്ര വർഷം പിന്നിട്ട് പോയി. എന്റെ റബ്ബിന്റെ കലാം, അവന്റെ സംസാരം, അർഹമുർ റാഹിമീനായ, അക്ബറായ, അഅളമായ എന്റെ റബ്ബ് എന്നോട് സംസാരിച്ചത്, അതിന്റെ അർത്ഥമൊന്നറിയാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഈ ആയുസ്സിനിടക്ക് ആദ്യം മുതൽ അവസാനം വരെ അവന്റെ ഖുർആൻ മുഴുവൻ അർത്ഥമറിഞ്ഞു വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ റബ്ബിനെ എങ്ങനെയാണ്, എന്താണ് മനസ്സിലാക്കിയത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിലെങ്കിലും ഖുർആൻ അത് അർത്ഥമറിയാതെ ഓതുന്നതിന് കൂലിയില്ലാന്നോ, അത് നിസ്സാരമായ പ്രവൃത്തിയാണെന്നല്ല നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനിലെ ഓരോ ഹർഫിനും അലിഫ് ഓതിക്കഴിഞ്ഞാൽ തന്നെ 10 നന്മ കിട്ടും. അലിഫ് ലാം മീം എന്ന് 3 അക്ഷരം ഓതിയാൽ തന്നെ 30 ഹസനത്ത് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ കലാം, നമ്മൾ ആദരിക്കുന്ന ഒരാളുടെ സംസാരം, നമ്മൾ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ ഉപദേശിക്കുകയാണ്, നന്മയും തിന്മയും ഇത് പാടില്ല, ഇതേ നിനക്ക് ചെയ്യാൻ പാടൂ, ഉപദേശിച്ച് നിനക്ക് വേണ്ടതെല്ലാം ഒരു സാരോപദേശമായി നിനക്ക് പകർന്നു തരാണ്. നീ അദ്ദേഹത്തിന്റെ ഭാഷ അറിയില്ല, അദ്ദേഹം പറയുന്നത് മനസ്സിലാകുന്നില്ല, കേവലം ഒരൊറ്റ വാചക കസർത്ത് മാത്രം, നിനക്ക് എന്തു സ്വാധീനമാണ് അതുകൊണ്ടുണ്ടാവുക? നിന്റെ റബ്ബിന്റെ സംസാരമായ ഖുർആൻ നീ എത്രയോ തവണ ആദ്യം മുതൽ അവസാനം വരെ റമദാനുകളിലൂടെയും അല്ലാതെയും പാരായണം ചെയ്ത് തീർത്തിരിക്കുന്നു. നിനക്കതിന്റെ അർത്ഥമറിയില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ ചിലർ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ ഇന്ന് ഒരായത്ത് അർത്ഥമറിഞ്ഞ് നീ ഒരു രാത്രി മുഴുവൻ ഓതി നിന്ന് നിസ്കരിച്ചാൽ അതാണ് അർത്ഥമറിയാതെ ഒരു രാത്രി മുഴുവൻ നീ ഖുർആൻ ഓതി തീർക്കുന്നതിനേക്കാൾ ഹൈർ. ഖുർആൻ അർത്ഥമറിയാതെ 1000 തവണ നീ ഓതുന്നതിനേക്കാൾ ഒരു തവണ നീ അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ചിന്തിച്ച് ഓതലാണ് നിനക്ക് ഉപകാരമുള്ളത്. നമ്മുടെ സലഫുകളുടെ വായന എങ്ങനെയായിരുന്നു? സ്വഹാബികളുടെ ഖുർആൻ ക്ലാസ് എങ്ങനെയായിരുന്നു? എത്ര വർഷം കൊണ്ടാണ് സ്വഹാബികൾക്ക് ഖുർആൻ അവതരിച്ചു കിട്ടിയത്? 23 വർഷക്കാലം കൊണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൽ ബഖറ ഞങ്ങൾ 10 വർഷം കൊണ്ടാണ് പഠിച്ചത്. ഓരോ 10 ആയത്തും ഞങ്ങൾ പഠിക്കും, അത് കേൾക്കും, മനഃപ്പാടമാക്കും, അത് നന്നായി പാരായണം ചെയ്യാൻ പഠിക്കും, അതിന്റെ അർത്ഥവും ആശയം ചിന്തിച്ച്
അത് പഠിച്ചുൾക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും, അതനുസരിച്ച് അമൽ ചെയ്യും, അതനുസരിച്ച് ജീവിക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോ 10 ആയത്ത് റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് കേട്ട് പഠിച്ചത്. നമുക്ക് കേൾക്കാനൊരു പഞ്ഞമില്ല, ഖുർആൻ ക്ലാസ്സിനൊരു കുറവില്ല. നമ്മുടെ ജീവിതത്തിൽ എവിടെ? അതുകൊണ്ട് 10 വർഷക്കാലമെടുത്ത് സഹാബികൾ സൂറത്തുൽ ബഖറ പഠിച്ചർത്ഥം മനസ്സിലാക്കി മനഃപ്പാഠമാക്കി പ്രവർത്തിച്ചു ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി എന്താ പറഞ്ഞു? കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ അതിന്റെ അർത്ഥം പോലും അറിയാൻ ശ്രമിക്കാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാവുക? എങ്ങനെയാണ് അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമായി? കേവലം ആദ്യം മുതൽ അവസാനം വരെ ഖത്തം ഓതി തീർക്കാൻ, ഓതി ബറക്കത്തെടുക്കാൻ മാത്രമാണ് ഖുർആൻ എന്നെങ്കിൽ അതിന് മരിച്ചെടുത്ത് യാസീൻ മാത്രം, ആള് കൂടുന്നിടത്ത് അൽഫാത്തിഹ വിളിക്കാൻ മാത്രം, അവസാനത്തെ 3 സൂറത്തുകൾ മാത്രം, അത് തന്നെ അർത്ഥം അറിയേണ്ട ആവശ്യമില്ല പോലും. ഇവിടുത്തെ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് പോലെ ഖുർആൻ ഓതി തീർക്കാൻ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമായി മാറുക? ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളയെ പോലെയുള്ളവർ, താബിഈങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഖുർആനിനെ അള്ളാഹു ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാതിഹി ലിയുഅ്മല ബിഹി, ആ ഖുർആൻ അതിന്റെ ആശയം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനാണ്. ഇന്നാളുകൾ ഫത്തഖദന്നാസു ഖിറാഅതഹു അമല, ആ ഖുർആനിന്റെ പാരായണം അമലായി കൊണ്ട് നടക്കുന്നു. അവർക്ക് അതിന്റെ അർത്ഥം ആവശ്യമില്ല, അതനുസരിച്ചുള്ള ജീവിതം എന്നോ ഇല്ല. താബിഈങ്ങളുടെ കാലത്ത് പറഞ്ഞതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹിന്റെ സ്വഭാവമായിരുന്നു ഖുർആൻ എന്ന ആയിഷ ബീവിയുടെ മറുപടി, അത് ആയിഷ ബീവിയുടെ അറിവും റസൂലുള്ളാഹിയെ കുറിച്ചുള്ള അവരുടെ എന്താ പറയാ അങ്ങേയറ്റ താഴത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യതയും അവിടുത്തെ പാണ്ഡിത്യവും ആ മഹിളാരത്വത്തിന്റെ മഹത്തായ അറിവിന്റെ ഉദാഹരണവുമാണത്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ, നമ്മുടെ ഉമ്മമാരായ ഈ മഹിളാരത്നങ്ങളെ മാതൃകയാക്കുക. നിങ്ങൾ കണ്ട വ്ളോഗിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും യൂട്യൂബേഴ്സ് ആയിട്ട് അതല്ലെങ്കിൽ മൈക്ക് മുമ്പിൽ പൊതുജനത്തിന്റെ മുമ്പിൽ നിന്ന് ലജ്ജയുടെ നാമ്പ് പോലുമില്ലാതെ നാവിട്ടടിക്കുന്ന ആധുനിക സ്ത്രീകളെ പോലെ, അവൾ മുസ്ലിമത്താകട്ടെ, അവൾ ഏത് സംഘടനയാകട്ടെ, അവൾ എന്ത് ദീനിന്റെ വൻമരമാകട്ടെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മഹിളാരത്നങ്ങളാണ് നമ്മുടെ പെൺമക്കളുടെയും മാതാക്കളുടെയും സഹോദരിമാരുടെയും ഭാര്യമാരുടെയും മാതൃകകൾ. അവരുടെ ജീവിതം പഠിക്കും. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു, സ്വഭാവമായിരുന്നു ഖുർആൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ ഇഷ്ടങ്ങളായിരുന്നു. നബി വെറുത്തത് ഖുർആനിലൂടെ അള്ളാഹു വെറുക്കാൻ പറഞ്ഞ വിലക്കിയ കാര്യങ്ങളായിരുന്നു. നബി സംസാരിച്ചത് ഖുർആൻ കൊണ്ടായിരുന്നു. നബി ചിന്തിച്ചത് ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചത് ഖുർആൻ അനുസരിച്ചിട്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം അവലംബിച്ചത് ഖുർആൻ മൗനം അവലംബിക്കാൻ പറഞ്ഞിടത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതം നയിച്ചത് ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരുന്നു. അവിടുന്ന് ഒരു പിതാവായത്, അവിടുന്ന് ഒരു ഭരണാധികാരിയായത്, അവിടുന്ന് ഒരു രാഷ്ട്രമീമാംസകനായത്, അവിടുന്ന് ഒരു യോദ്ധാവായത്, അവിടുന്ന് ഒരു പടനായകനായത്, അവിടുന്ന് ഒരു മനുഷ്യനായത്, അവിടുന്ന് ഒരു വ്യക്തിത്വമായത് പരിശുദ്ധ ഖുർആനിന്റെ വഹിയിന്റെ വചനാമൃതങ്ങൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു. അവിടുന്ന് ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പായിരുന്നു. അവിടുത്തെ ദഅവത്ത്, അവിടുത്തെ പ്രബോധന ദൗത്യം മുഴുവൻ ആ ഖുർആനിന്റെ ആശയങ്ങളിലേക്കായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വായിക്കാം. ഖുർആനായിരുന്നു അവിടുത്തെ വാക്കും പ്രവൃത്തിയും ജീവിതവും ചിന്തയും മൗനവും പെരുമാറ്റവും സ്വഭാവവും അടക്കവും അനക്കവും എല്ലാം. അവിടുന്ന് മരിച്ചതും ആ ഖുർആനിന്റെ ആകത്തുകയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ മഹത്തായ വാചകം ഇലർ റഫീഖിൽ അഅ്ലാ എന്ന് റബ്ബിലേക്ക് വിരൽ ചൂണ്ടിയിട്ടായിരുന്നു. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് ഒരൊറ്റ വാക്കിൽ ആയിഷ ബീവി രഹസ്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ്. ആയിഷ ബീവിയുടെ പാണ്ഡിത്യത്തിന്റെ ആഴമാണത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അത് ആഴത്തിൽ അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കുന്തോറും അത് കേവല പരിഭാഷകളിൽ നിന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിന് ആരോഗ്യകരമായ സലഫുകളുടെ വ്യാഖ്യാനം സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മുൻഗാമികൾ അതിനെ കേട്ട ആദ്യ പ്രഥമ അഭിസംബോധിതർ അതിന്റെ പ്രൈമറി ഓഡിയൻസ് അതിനെ മനസ്സിലാക്കിയതുപോലെ വിശദീകരിക്കുന്ന
അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിന്റെ തഫ്സീറുകൾ എഴുതി വെച്ചതുപോലെ അത് പ്രകാരം നമ്മൾ ഖുർആൻ എന്നത് അള്ളാഹു അറബിയിൽ ഇറക്കിയവന്റെ കലാമാണ്. മലയാളത്തിലോ മറ്റേതെങ്കിലും ഭാഷകളിലോ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന് ബദലാവൂല, ഖുർആനിന്റെ മാനയാവൂല. കാരണം എന്താ? അത് മനസ്സിലാക്കിയ ആ പരിഭാഷകൻ അയാൾക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതി വെച്ചാണ് പരിഭാഷ. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഭാഷയിൽ എന്ത് ചെയ്യണം? പരമാവധി ഖുർആനിന്റെ ഭാഷ മനസ്സിലാക്കാൻ നമ്മൾ മെനക്കെടണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാം അത് കൂടുതൽ അർത്ഥമറിഞ്ഞ ആഴത്തിൽ പഠിക്കും തോറും അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. തൽക്കാലം ഇൻഷാ അള്ളാഹ് ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാനും അതിലായി മരിക്കാനും അള്ളാഹുവിനെ അതുമായി കണ്ടുമുട്ടാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.